ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ വെണ്ടയ്ക്ക നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ചെറിയുള്ളി വേണമെങ്കിലും എടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ഒരു 4 പച്ചമുളക് നെടുകെ കീറിയിട്ടുണ്ട്. ഇനി ഇത് വഴറ്റി റെഡിയായതിനു ശേഷം ഇറക്കുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വഴറ്റുന്ന സമയത്ത് അല്പം മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വെച്ച് തുടങ്ങാം. അടുപ്പ് കത്തിച്ച് അതിൽ പാൻ വെച്ചിട്ടുണ്ട്. അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിൽ കറിവേപ്പിലയും പച്ചമുളകും അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന സവോള കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പില, പച്ചമുളക്, സവോള ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് 1 മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കുക. സവോള ഒന്ന് ട്രാൻസ്പെറൻ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. വെണ്ടയ്ക്ക നന്നായി 1 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് അല്പം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് നന്നായി കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും തുറന്നു വെച്ച് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തുറന്നു വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലേക്കാക്കി നമ്മൾ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്നതിന് ശേഷം വീണ്ടും തുറന്ന് വെച്ച് തന്നെ നമുക്ക് ഇളക്കി വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി അടച്ചു വയ്ക്കുന്നില്ല. വെണ്ടയ്ക്ക നമുക്ക് വേവിച്ചെടുക്കാം. 3 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അത് കഴിഞ്ഞ് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി 3 മിനിറ്റ് തുറന്ന് വെച്ച് നന്നായി ഇളക്കി കൊടുത്തിരുന്നു. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. മൊത്തം ഒരു 6 മിനിറ്റേ ആയിട്ടുള്ളൂ. നന്നായി വെണ്ടയ്ക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ഇച്ചിരി കുരുമുളക് പൊടി. എരിവ് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടി കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്.